മോർണിംഗ് വാക്കിനായി ഇന്ന് നമ്മൾ ഉള്ളത് ഇടപ്പള്ളി പള്ളിയിലാണ്. ഇടപ്പള്ളി പള്ളിയുടെ വലിയ പള്ളിയും ചെറിയ പഴയ പള്ളി, പുതിയ പള്ളിയുണ്ട്. അതിൽ പുതിയ പള്ളിയുടെ റാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ റാമ്പ് വഴിയാണ് വിശ്വാസികളെല്ലാം ഈ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഇവിടുത്തെ മനോഹരമായ ദീപാലങ്കാരമാണ്. അതിന്റെ ഒരു ആകാശ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കണ്ട് കഴിഞ്ഞു കാണും. ഇപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുർബാന ചടങ്ങുകളുടെ ശബ്ദവും കേൾക്കാം. അത് പഴയ പള്ളിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യമാണ് ക്രിസ്ത്യാനി ചെറിയന്റെ കാരൽ ഗാനം. അതിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റത്തില്ല ചേച്ചി, അതുകൊണ്ട് പാട്ടിൽ തുടങ്ങാം. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം വേണ്ട, പാട്ടാണ്. പാട്ട് അടുത്ത് നിൽക്കുന്ന കുചേലന്റെ അവസ്ഥയിലാണ്. കാരണം സംഗീതം എന്നതിൽ ഞാൻ വളരെ ദരിദ്രയായ ഒരു വ്യക്തിയാണ്. അതൊന്നും കുഴപ്പമില്ല കയ്യില്. നേരത്തെ ഞാൻ ഇവിടുന്ന് പാടുന്ന നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അപ്പൊ ഏതാണ്? ഞാൻ സപ്പോർട്ട് ചെയ്യും. അല്ല, ഞാൻ പാടുന്ന പാട്ട് എങ്ങനെ പ്രജൻ സപ്പോർട്ട് ചെയ്യും? ഞാൻ അനൗൺസ് ചെയ്യാം. അപ്പൊ അടുത്തതായി നമ്മൾ മോർണിംഗ് വാക്കിൽ ക്രിസ്ത്യാനി ചെറിയന്റെ ഒരു കാരൽ ഗാനമാണ്. 4 വരി. നമുക്ക് പിച്ച് പിടിക്കണേ. സമയമില്ല. Long time ago in Bethlehem, so the Holy Bible says, Mary's boy child, Jesus Christ, was born on Christmas Day. Hark, new hills, the angels sing, a king was born today, and man will live forevermore because of Christmas Day. അടിപൊളി. അപ്പം എനിക്ക് തോന്നുന്നു ഈ കാരൽ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക വിബ്രാറ്റോ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ അതൊക്കെ പ്രാക്ടീസിലൂടെ മാത്രം കിട്ടുന്ന സംഭവമാണ്. അപ്പൊ ക്രിസ്ത്യാനി ചെറിയൻ പൊളിയാണ്. വൃത്തികേടായി പാടി എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ പഴയ കൊയർ മാസ്റ്റർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ മിക്കവാറും കിണറ്റിലിടും. എളിമേഷ്. ഓക്കെ, പതിയെ നടക്കാം. നമുക്ക് നമ്മുടെ റാമ്പിലൂടെ നടന്ന് മുകളിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലൂടെ പോവാം. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് മുഹമ്മദ് ഷുഹൈബിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 11 മണിക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഹാജരായില്ലെങ്കിൽ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ഇടപ്പള്ളി പള്ളി. കാരണം 14 നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന ഒരു പള്ളി കൂടിയാണ്. 1080 പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു പള്ളി കൂടിയാണ്. അപ്പോൾ അതിന് ക്രൈസ്തവ ചരിത്രത്തിന്റെ ഒരു ഏടുകൂടിയാണ് എന്ന് പറയും പള്ളി അല്ലെ? വിശുദ്ധ ഗീവർഗീസിന്റെ പേരുള്ള പള്ളി കൂടിയാണ്. മാത്രമല്ല, അതിമനോഹരമായ കരകൗശല പണികൾ ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകതകളാണ്. കാരണം ഇവിടത്തെ ഓരോ കരകൗശല പ്രവൃത്തിയും അത് അതിവിദഗ്ധരായ കലാകാരന്മാരാണ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട, ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ബിബ്ലിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കലാശില്പമായി ഉണ്ട്. അതിലൊന്നാണ് ആ ചുരുള്. അപ്പൊ ഇതൊക്കെ ഓരോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും അതിഭംഗിയോടുകൂടെ ചെയ്തിരിക്കുകയാണ്. ക്രിസ്മസിന്റെ സമയത്ത് തന്നെ ഇവിടെ വരുമ്പോൾ അത് മറ്റൊരു വൈബാണ് എന്ന് പറയാം അല്ലെ? പിന്നെ മനോഹരമായി വില്ലപ്പൂക്കൾ. അതെ, ഈ പുതിയ പള്ളിയുടെ മുന്നിലുള്ള ഈ ചെറിയൊരു ചത്തുരത്തിൽ നല്ല മനോഹരമായി ഇവിടെയും ദീപാലങ്കാരങ്ങളുണ്ട്. ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലാണ് ദീപാലങ്കാരങ്ങളുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ പല നിറങ്ങളിലുള്ള ബൊഗെയിൻ വില്ല പൂക്കളുടെ നടുവിലാണ് ഒരു ക്രിസ്മസ് ട്രീ കാണുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. നമുക്കിനി അടുത്തൊരു അപ്ഡേറ്റ് പോവാം, ഒരു വാർത്തയിൽ കൂടി പോവാം. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടൻ അല്ലു അർജുൻ ചോദ്യം ചെയ്യലിൽ ഹാജരാകും എന്നാണ് ആ വാർത്ത. രാവിലെ 11-ന് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലാകും അല്ലു അർജുൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇന്നലെ രാത്രിയാണ് അല്ലു അർജുന് പോലീസ് നോട്ടീസ് നൽകിയത്. സാധാരണ നടപടി മാത്രമാണെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അല്ലു അർജുന്റെ അഭിഭാഷകർ പറഞ്ഞു. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അല്ലു അർജുന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നമ്മുടെ പ്രേക്ഷകരുടെ കമന്റിലേക്ക് ഒന്ന് വന്നാലോ? അതിനു മുമ്പ് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. MTയുടെ ആരോഗ്യനിലയെ കുറിച്ച് പറയും, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ അപ്ഡേറ്റ് വരുന്നുണ്ട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് വാർത്ത. മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MT. ശ്വാസ തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ 15-നാണ് MT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ ഹൃദയാഘാതം ഉണ്ടാവുകയും ആരോഗ്യനില വഷളാവുകയുമായിരുന്നു.
യെസ്, അപ്പോൾ അതാണ് എന്തായാലും പ്രതീക്ഷയുടെ തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാൻ കഴിയട്ടെ എന്നാണ് മലയാളം ഒന്നടങ്കം ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ. പെട്ടെന്ന് ഭേദമായി MT തിരികെ വീണ്ടും ആരോഗ്യവാനായി വരട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. നമുക്ക് കമന്റ് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് രണ്ടുപേരും കൂടി പാട്ടിനെ കുറിച്ച് ഒരു കരോൾ പാടുമോ എന്ന് ചോദിക്കുന്നു. വീണ്ടും കണ്ടോ, ക്രിസ്ത്യൻ ചേച്ചി എനിക്ക് വേണ്ടി ഒരു 10 രൂപ നേർച്ചയിടാവോ എന്ന് ജിൻസ് കുര്യാക്കോസ്. ഇതാ എനിക്ക് 24 കിട്ടിയ പ്രിയ കൂട്ടുകാരായ ആശ വി, മിനി ബാബു, റീന സതീശൻ ഇവർക്കൊക്കെ സ്പെഷ്യലായി ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നു. അവർക്ക് മാത്രമല്ല സീന ചേച്ചി, എല്ലാ നമ്മുടെ 24ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് നേരുകയാണ്. മറ്റൊന്ന്, നമ്മളൊരു പുതുവർഷത്തിന്റെ പടിവാതിൽക്കലാണ്. 2025 നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ദിവസങ്ങൾക്കകം അതും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഒരു ഹാപ്പി മൂഡിലാണ്, പ്രതീക്ഷയുടെ സമയമാണ്. അതെ, വളരെ സന്തോഷമാണ്. അപ്പോൾ വിനോദ് നായർ പറഞ്ഞതേ ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഭയങ്കര ചിരി വന്നു, ചിരിച്ച് കറിയിൽ ഉപ്പ് കൂടുതൽ ഇട്ടു എന്ന് പറഞ്ഞു. അതിന് തൊട്ട് താഴെയുള്ള കമന്റ് മലബാർ വാലി പറഞ്ഞു, ക്രിസ്റ്റീന മനസ്സ് നിറഞ്ഞു പാടി. അത് പറയാതെ വയ്യ, ക്രിസ്റ്റീന ചേച്ചി ഗംഭീരമാക്കിയിട്ടുണ്ട്. സൂപ്പറാണ് ക്രിസ്റ്റി എന്ന് സീന മുഹമ്മദും ഒരുപാട് പ്രേക്ഷകർ പാട്ടിനെ കുറിച്ച് കലക്കി. ക്രിസ്റ്റീന പാട്ട് സൂപ്പറായിരുന്നു എന്ന് ആദ്യമായിക്കാൻ പറയുന്നു. മറ്റു കമന്റ്, തൊപ്പിയും കയ്യിലെ വടിയും ഉപകാരപ്പെടും, മഞ്ഞു കൊള്ളാതിരിക്കും, പട്ടിയെ ഓടിക്കാനും. ആക്ച്വലി ഇത് ഈ പ്രായമായവർക്കുള്ള ഒരു സ്റ്റിക്കാണ്. എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കരുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, തൽക്കാലം എന്തെങ്കിലും തന്നതാണ് പിടിക്കാൻ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അപ്പൊ പ്രേക്ഷകരുടെ കമന്റ് ഒക്കെ പോന്നോട്ടെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കൂടി പോയിട്ട് മറ്റ് കമന്റുകളിലേക്ക് വരാം. യെസ്, കോഴിക്കോട് DMO ഓഫീസിൽ കസേരയ്ക്കായുള്ള DMOമാരുടെ വടംവലി ശക്തമായതോടെ ആരോഗ്യവകുപ്പിന്റെ നടപടി ഇന്നുണ്ടായേക്കും. ഒരേ സമയം 2 DMOമാരാണ് ജില്ലയിൽ. സ്ഥലം മാറി എത്തിയ ഡോക്ടർ ആശാദേവി കസേര ഒഴിഞ്ഞു കൊടുക്കാതെ നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രൻ തുടരുകയാണ്. സ്ഥലം മാറ്റ ഉത്തരവിൽ സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നും മാറിക്കൊടുക്കില്ല എന്നുമാണ് രാജേന്ദ്രന്റെ പ്രതികരണം. അപ്പൊ കസേരയ്ക്ക് സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഭാഗത്താണ് കസേരകൾ ഉണ്ടാവാറുള്ളത്. പക്ഷെ പ്രജന, ഈ കസേരകളി എവിടെയും ഉണ്ട്. അത് നമ്മളൊരു ചെറിയ ഓഫീസിൽ പോയാലും ചെറിയ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കസേരകളിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. DMO റാങ്കിലൊക്കെയുള്ള കസേരകളി നമ്മൾ ആദ്യത്തെ കേസാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് കസേരയിലോ ടൈറ്റിലോ ഒന്നും കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാലും പക്ഷെ ഇതിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, വൈകി വന്ന പ്രേക്ഷകർക്കായി പറയാണ്, നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി ഉള്ളത് ഇടപ്പള്ളി പള്ളിയിലാണ്. ഇപ്പോൾ പള്ളിയിൽ 2 പള്ളികളുണ്ടെന്ന് ഇവിടെ വന്ന അല്ലെങ്കിൽ ഈ പള്ളിയെക്കുറിച്ച് അറിയുന്ന പ്രേക്ഷകർക്ക് അറിയാവും. ഇപ്പോൾ നമ്മളുള്ളത് പുതിയ പള്ളിക്ക് മുന്നിലാണ്. ഇവിടുത്തെ മുന്നിലുള്ള ഗാർഡനിലാണ് നമ്മളുള്ളത്. ഇപ്പോഴും ഒരുപാട് വിശ്വാസികൾ എത്തുന്നുണ്ട്. പഴയ പള്ളിയിൽ കുർബാന നടക്കുന്ന സമയം കൂടിയാണ്. അവിടെ കുറേ വിശ്വാസികൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് കൂടി പോവാം. നേരത്തെ നമ്മൾ നൽകിയ വാർത്തയുടെ ഒരു അപ്ഡേറ്റിലേക്കാണ് അല്ലേ. വടകരയിൽ കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മരിച്ച ചെറുപുഴ സ്വദേശി ജോയലിന്റെയും വണ്ടൂർ സ്വദേശി മനോജിന്റെയും മരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. സമീറുണ്ട്. സമീർ സി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു. സമീർ, വീണ്ടും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇന്ന് മാത്രമേ അവിടെ നിന്ന് മാറ്റുകയുള്ളൂ എന്നറിയുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 ദിവസം പഴകിയ നിലയിലുള്ള ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അത് ആരാണെന്ന് പിന്നീട് വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇത് ആരുടെ വണ്ടിയാണ്? രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ അത് പൊന്നാനിയിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ് എന്ന് മനസ്സിലാകുന്നു. KL 54 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നാസർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്നു. ഒരു എന്താണ് ഹോളിഡേ ഈ ട്രിപ്പുകളൊക്കെ നടത്തുന്ന ഒരു എന്താണ് പറയുക, അത്തരമൊരു സ്ഥാപനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവരാരാണ്? ഇവരെങ്ങനെയാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഈ വിഷവാതകം ശ്വസിച്ച് തന്നെയാണോ മരണം സംഭവിച്ചത്? ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. 2 ദിവസമായി ഈ വാഹനം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കാരവാൻ വടകരയിൽ ദേശീയപാതയോർത്താണ് ഇങ്ങനെ കിടക്കുന്നത്. KL 54P 1060 എന്നുള്ള ഈ വാഹനം ഇതിങ്ങനെ കിടക്കുന്നത് കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ വാഹനത്തിന് അകത്ത് 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഒന്ന് ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരു സുഹൃത്ത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലുമാണ്. ഈ 2 പേരുടെ മൃതദേഹമാണ് ഈ വാഹനത്തിലുള്ളത്. ഒരാളുടെ മൃതദേഹമുള്ളത് ഇതിൻ്റെ ഡോറിനോട് ചേർന്ന് സ്റ്റെപ്പിൻ്റെ അരികിലായാണുള്ളത്. മറ്റൊരാളുടെ മൃതദേഹമുള്ളത് വാഹനത്തിൻ്റെ പിൻഭാഗത്തും.
സംഭവം അറിഞ്ഞതിന് മുതൽ ഇവിടേക്ക് വലിയ രീതിയിൽ ആളുകൾ എത്തുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതും ഈ മനോജിൻ്റെയും അതുപോലെ തന്നെ ജോയലിൻ്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോഴും ഈ വാഹനത്തിന് അകത്ത് തന്നെയാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുവേണ്ടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വൈകാതെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഈ മരിച്ച രണ്ടാളുകളെയും തിരിച്ചറിയുകയും അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി മുന്നേറുകയും ചെയ്യുന്നു. ഈ സംഭവത്തിലേക്ക് ഇടയാക്കിയത്, ഈ മരണത്തിനിടയാക്കിയ ഒരു കാര്യം AC ഓൺ ചെയ്ത് ഇരുവരും ഉറങ്ങിയതാകാമെന്നും അതിൻ്റെ AC-യുടെ ഗ്യാസ് ലീക്കായത്, അതായത് വിഷപ്പുക ശ്വസിക്കാനിടയായിട്ട് ഉണ്ടാകാം, അങ്ങനെയായിരിക്കാം മരണം സംഭവിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിലൂടെ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും മരണം സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും. എന്തായാലും ഉച്ചയോടുകൂടിയായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ക്രിസ്റ്റീന. യെസ്, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. അപ്പോൾ മനോഹരമായ ആകാശ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പ്രേക്ഷകർ കാണുകയാണ്. എന്നെ എന്തുകൊണ്ടോ ഈ ബൊഗെയിൻ വില്ലപ്പൂക്കൾ അത് പല കളറിലുണ്ടല്ലേ, ഒരേ സ്പീഷീസിലെ പൂ തന്നെ പല നിറങ്ങളിലുണ്ട്. പിങ്ക് ഉണ്ട്, ലൈറ്റ് റോസ് ഉണ്ട്, മഞ്ഞയുണ്ട്. അതിങ്ങനെ നിൽക്കുക. എനിക്കൊന്നും മറ്റ് ചെടികൾ അധികം ഇല്ല, എല്ലാം ഈ ബൊഗെയിൻ വില്ല ഗാർഡൻ ആണ്. മനോഹരമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് അതെ, ഇപ്പോൾ നമ്മൾ ഉള്ളത് കണ്ടില്ലേ, ഇപ്പോൾ രാഹുൽ VSന്റെ ഈ ഫ്രെയിമിൽ ഈ പുതിയ പള്ളിയുടെ മറ്റൊരു ആംഗിൾ എന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് ഇപ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 1080 പണി കഴിപ്പിച്ച അത് പഴയ പള്ളിയാണ്, തൊട്ടടുത്തുള്ള പള്ളിയാണ് ഈ പുതിയ പള്ളി. പഴയ പള്ളിയിൽ കുർബാന കഴിഞ്ഞ സമയം വിശ്വാസികളൊക്കെ വന്ന ആൾക്കാരൊക്കെ തിരികെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയൊക്കെ ഈ പറയുന്ന ഭാഗങ്ങളിലൊന്നും എന്താണ് പറയുക, പൂഴിയിട്ടാൽ താഴെ വിടാത്ത അത്രയും വലിയ ജനക്കൂട്ടമായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ആഘോഷ തിമിർപ്പായിരിക്കും. അതേപോലെ തന്നെ ആഘോഷങ്ങൾക്കിടയിലും ക്രിസ്മസ് മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ സന്ദേശം, സഹോദരി, അതായത് മത വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, സാമ്പത്തികമായ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യരെല്ലാം ഒരേപോലെ കഴിയുന്ന ആ ഒരു സന്ദേശം നമുക്ക് മനസ്സിലേക്ക് എടുക്കണം. പക്ഷെ അടുത്ത വാർത്ത, അതെ, നമുക്ക് ചിലപ്പോഴും ഈ പറയുന്നത് പോലെ കണ്ണിലെ കരടായി ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം സംഭവങ്ങളാണ് പാലക്കാട് തത്തമംഗലത്തുണ്ടായത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പാലക്കാട് തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് അജ്ഞാതർ തകർത്ത സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നല്ലേപ്പിള്ളിയിലെ ക്രിസ്മസ് ആഘോഷം അത് അലങ്കോലമായ കാര്യവും പ്രേക്ഷകർ അറിഞ്ഞു കാണും. അവിടെ VHP പ്രവർത്തകർ ആ ആഘോഷം തടയുകയായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തത്തമംഗലം സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി K കൃഷ്ണൻകുട്ടി ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു. പുൽക്കൂട് തകർത്തവരുടെ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാകുമോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നല്ലേപ്പിള്ളി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ DYFI ഇന്ന് ജില്ലയിൽ വ്യാപകമായി സൗഹൃദ ക്യാരൽ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ പ്രജിൻ, നമ്മൾ ഈ ചില വാർത്ത വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റക്കായി പോകും. ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ഫോണിലേക്കാണല്ലോ വാർത്ത വരുന്നത്. നമ്മുടെ വീണക്കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് വളരെ കർമ്മനിരതയായിട്ട് ഷടപടേ എന്ന് വാർത്ത അയക്കുമ്പോൾ നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ചിലപ്പോൾ മുകളിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ ഈ അബദ്ധം എനിക്ക് പറ്റും, ചിലപ്പോൾ പ്രജിനും പറ്റാറുണ്ട്. അത് വീണ കറക്റ്റായിട്ട് ആ ജോലി ചെയ്യുന്നതിന്റെ ഒരു വീണ അവിടെ ന്യൂസ് ഡെസ്കിൽ ഇരുന്ന് ഞെട്ടിക്കാണോ കേട്ടോ. അപ്പോൾ പോകുമ്പോൾ അത് വാങ്ങിക്കോണേ തീർച്ചയായിട്ടും. അവിടുത്തെ ഒരു വാർത്തയിലേക്ക് വരാം. പൂനെയിൽ ജോലി ചെയ്യുകയായിരുന്ന മലയാളി സൈനികനെ കാണാതായതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന പോലീസ്. കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയും ബോക്സിംഗ് താരവുമായ K വിഷ്ണുവിനെയാണ് 17-ാം തീയതി മുതൽ കാണാതായത്. അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് വിഷ്ണുവിനെ കാണാതായത്. വിഷ്ണുവിനെ കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പൂനെയിൽ എത്തിയിട്ടുണ്ട്. എലത്തൂർ SIയുടെ നേതൃത്വത്തിൽ സൈബർ സെൽ വിദഗ്ധരടങ്ങിയ സംഘമാണ് എത്തിയത്. സൈന്യത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോവാം. പഞ്ചാബിലെ കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാളിന്റെ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷകർ ഇന്ന് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. രാജ്യത്തുടനീളം വൈകിട്ട് 5:30 മെഴുകുതിരി മാർച്ച് നടത്തുക. ഈ മാസം 30 പഞ്ചാബിൽ ബന്ദിനും കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജഗ്ജീത് സിംഗിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. 29 ദിവസമായി പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിൽ ജഗ്ജീത് സിംഗ് നിരാഹാര സമരത്തിലാണ്.
യെസ്, അപ്പോൾ നമ്മൾ ഈ പുതിയ പള്ളിയുടെ ഈ റാമ്പിലൂടെ കയറി ഇനിയിപ്പം പുറത്തേക്കുള്ള റാമ്പിലേക്ക് നമ്മൾ വരികയാണ്. ആ റാമ്പ് നേരെ ചേരുന്നത് ഈ പറയുന്ന പഴയ പള്ളിക്കരികിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നേരത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ഏതാണ്ട് 6 മണി തൊട്ട് നമ്മൾ തുടർച്ചയായി ആകാശ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരെ കാണിച്ചതാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ദീപാലങ്കാരം എന്നുള്ളത്. ഇപ്പോൾ വെളിച്ചമൊക്കെ വന്ന സ്ഥിതിക്ക് ആ ലൈറ്റൊക്കെ അധികൃതർ ഓഫ് ചെയ്തിട്ടുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട അധികൃതർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ പകൽ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയുമാണ്. തൊട്ടടുത്ത് ഇടപ്പള്ളി എന്താ പറയുക, വളരെ തിരക്കോട് പോകുന്ന ടൗണിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ആ തിരക്കിലൊക്കെ നമ്മൾ വൈകാതെ കടക്കും. അതിനുമുമ്പ് ഒരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 6 ദിവസത്തെ US സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായാണ് ആ സന്ദർശനം. ആഗോള വിഷയങ്ങളും ചർച്ചയുടെ ഭാഗമാകും. US-ലെ ഇന്ത്യൻ കോൺസുൽ ജനറൽമാരുടെ കോൺഫറൻസിലും ജയശങ്കർ അധ്യക്ഷത വഹിക്കും. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഉന്നത ഉദ്യോഗസ്ഥ തല സന്ദർശനമാണ്. ഇവിടെ മനോഹരമായ ഗാർഡൻ ഉണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗാർഡന്റെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ പുതിയ പള്ളിക്ക് തൊട്ട് മുന്നിലുള്ള ഗാർഡനിലാണ്, ആ ഗാർഡന് മുന്നിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത കുർബാനയ്ക്കുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട് അല്ലേ? 7 മണിക്കാണ് അടുത്ത കുർബാന. ലോകമെമ്പാടും അതേപോലെ ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. നമ്മുടെ തലസ്ഥാന നഗരി, രാജ്യ തലസ്ഥാനത്തും മരം കോച്ചുന്ന തണുപ്പാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരിയിലാണ് പക്ഷേ രാജ്യ തലസ്ഥാനമായ ഡൽഹി. നക്ഷത്രങ്ങൾ തൂക്കിയും പ്രാർത്ഥനകളിൽ ഒത്തുചേർന്നും ഡൽഹിയിലെ വിശ്വാസി സമൂഹം തിരുപ്പിറവിയെ വരവേൽക്കുകയുമാണ്. ഡിസംബറിലെ മഞ്ഞുമൂടിയ ശൈത്യത്തിലാണ് രാജ്യതലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ. മൂടിപ്പുതച്ചും കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചും തണുപ്പിൽ ക്രിസ്മസ് ആഘോഷമാക്കുന്നവർ. വർണ്ണാഭമായ നക്ഷത്രങ്ങൾ, തണുപ്പേറ്റു മഞ്ഞുതുള്ളികൾ പോലെ ലൈറ്റുകൾ, ക്രിസ്മസ് ട്രീയും പുൽക്കൂടും, ആഘോഷത്തിന് പകിട്ടേകാൻ കാരൽ ഗാനവും. അവസൊല്ലോകനാഥനെ വണങ്ങി നിന്നു, അവർ മേരീതൻ സൂനുവെ നമിച്ചു നിന്നു. ബേഥേലഹേമിലെ പുൽക്കൂടൊന്നതിൽ പൊന്നേശുരാജൻ ജാതനായിരുന്നു. തണുപ്പിന്റേതായിട്ടുള്ള ഈ സാഹചര്യത്തില് ഈ കുടുംബങ്ങളെല്ലാവരും, കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഒത്തൊരുമയോടുകൂടി ഈ കരോൾ എല്ലാ ഭവനങ്ങളിലും എത്തി എല്ലാവരെയും ക്രിസ്മസിന്റേതായ സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വരുന്നു. വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കിയും കേക്ക് മുറിച്ചുമൊക്കെ ഡൽഹി മലയാളികളും ആഘോഷത്തിലാണ്. നാടിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് നല്ല ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാ രീതിയിലും. ക്രിസ്മസ് ട്രീ ഉണ്ട്, സ്റ്റാറുണ്ട്, കേക്കുകൾ എല്ലാവർക്കും കൊടുക്കാൻ കണ്ടിച്ചു വെച്ചിട്ടുണ്ട്, സ്നാക്സുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് ആഘോഷങ്ങൾ മുന്നോട്ട് പോകും. കാർണിവെല്ലം 25 അടി ഉയരമുള്ള നക്ഷത്രവും ഒരുക്കിയാണ് ഡൽഹി GTB ആശുപത്രിയിലെ മലയാളി നഴ്സുമാരുടെ ക്രിസ്മസ് ആഘോഷം. എല്ലാ വർഷവും നമ്മൾ GTB മലയാളി നഴ്സസിന്റെ ഒരു കൂട്ടായ്മ ഒരു ഡേ നമുക്ക് വേണ്ടി, നഴ്സസിന് വേണ്ടിയിട്ട്, അതായത് ഇത്രയും ഹെക്ടിക് ഡ്യൂട്ടി, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് വേണ്ടല്ലോ ഒരു റിലാക്സേഷൻ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം ഒരു റിലാക്സേഷൻ പോലെ. അപ്പം നമ്മൾ എല്ലാ വർഷവും ഒരു ഓണപരിപാടിയായിരുന്നു സാധാരണ ചെയ്യാറ്. ഈ വർഷം അത് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എന്നാൽ പിന്നെ ക്രിസ്മസ് കാർണിവൽ ആയാലോ എന്നോർത്ത് ഇപ്പൊ ക്രിസ്മസ് കാർണിവലിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഇപ്പൊ ഞങ്ങളെല്ലാം. നാട്ടിലെന്നതുപോലെ ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിപ്പിച്ച ക്രിസ്മസ് പാപ്പമാർ വീടുകളിലേക്ക് എത്തുന്നു. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും നക്ഷത്ര വെളിച്ചം പകരുകയാണ് ഓരോ ക്രിസ്മസ് കാലവും. അമ്മേ എന്റെ ഈശോ തന്നൊരമ്മേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഡൽഹിയിലെ ഈ തണുപ്പിലും പരസ്പരം ഒത്തുചേർന്നും മധുരം പങ്കുവച്ചുമൊക്കെ മലയാളികളും ക്രിസ്മസ് ആഘോഷത്തിലാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. അപ്പോൾ ഇടപ്പള്ളി ദേവാലയത്തിന് മുന്നിൽ നമ്മൾ നേരെ സന്നിധാനത്തേക്ക് പോകുന്നു. അതെ, മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. നമ്മളൊരു ദേവാലയ പരിസരത്ത് നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ബഹുമാനം നമ്മൾ നൽകണം എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ശരണം സന്നിധാനം.
സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയത് 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് എന്ന് പറയുന്നു. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കുക. മണ്ഡലപൂജയോടനുബന്ധിച്ച് 26 വരെ സമാന രീതിയിലുള്ള തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയും മറ്റന്നാളും വെർച്വൽ ക്യൂ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ശബരിമലയിലെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്നറിയാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പിറകിൽ കാണുന്ന ഇടപ്പള്ളി പള്ളിക്ക് മുന്നിലാണ്. അവിടെയാണ് നമ്മൾ മോർണിംഗ് വാക്കിനായി എത്തിയതെന്ന് പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ പത്രങ്ങളിലേക്ക് ഒന്ന് വന്നാലോ? പത്രങ്ങളിലേക്ക് വരാം. അപ്പോൾ മലയാള മനോരമയിലെ ആദ്യ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകിയത് ഈ വഴി അടച്ചത് സർക്കാർ എന്ന രീതിയിൽ ഒരു ലീഡിലുള്ള വാർത്തയാണ്, എന്ന തലക്കെട്ടിലുള്ള വാർത്തയാണ്. സ്മാർട്ട് സിറ്റി കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി ടീകോമിന്റെ കത്തുകൾ എന്നാണ് ആ വാർത്ത. സിൽവർ ലൈൻ അലൈൻമെന്റ് വന്നത് പദ്ധതിയുടെ മൂല്യം കുറച്ചെന്ന് വാദം. നഷ്ടപരിഹാരം നൽകി ടീകോമിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് നിയമയുദ്ധം ഭയന്ന് എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. പഠിച്ചിട്ട് പോയാൽ മതി, മാതൃഭൂമിയുടെ പ്രധാന വാർത്തയാണ്. അതായത് 5-8 ക്ലാസ്സുകളിൽ ഓൾ പാസില്ല, നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതി ജയിച്ച് മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ മതി. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനമാണ്. 5-8 ക്ലാസ്സുകളിൽ ഇനി ഓൾ പാസ് ഇല്ല. ഓൾ പാസ് നയം ഈ ക്ലാസ്സുകൾക്ക് ഇനി മുതൽ നടപ്പാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. യെസ്, നമുക്ക് 24 പുറത്തുകൊണ്ടുവന്ന ഒരു വാർത്തയാണ് ഈ തിരുനെൽവേലിയിലെ മാലിന്യം തള്ളൽ. അത് വലിയ നാണക്കേട് ഉണ്ടാക്കിയതാണ് സംസ്ഥാനത്തിന്. അതിൽ ഡിവിഷൻ ബെഞ്ച് അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി ആ വിഷയം പരിഗണിച്ച വാർത്ത മലയാള മനോരമ 2-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മാലിന്യം അയൽ സംസ്ഥാനങ്ങളിൽ തള്ളുന്നത് ആവർത്തിക്കരുത് എന്ന തലക്കെട്ടിൽ. അതെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രമുണ്ട്. 2 കുട്ടികളോട് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനെത്തിയ 2 കുട്ടികളോട് സംസാരിക്കുന്ന ചിത്രവും മാതൃഭൂമി ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട്. നഗരത്തിലെ കാനകളുടെ ശുചീകരണം ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. പരിഗണിച്ചത് അങ്കണവാടി കുട്ടികൾക്കുണ്ടായുള്ള ഭക്ഷ്യ വിഷബാധയാണ്. നഗരത്തിലെ കാനകളുടെ ശുചീകരണം എവിടെ എത്തി എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി റിപ്പോർട്ട് നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ അയൽരാജ്യത്തെ വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയോട് ബംഗ്ലാദേശ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണം. അധികാരത്തിൽ നിന്ന് പുറത്താക്കി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് നയതന്ത്ര കുറിപ്പ് അയച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നയിച്ച ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് ബംഗ്ലാദേശ് വിട്ട ഹസീന ഇന്ത്യയിലാണ് ഉള്ളത്. ഇനി കരിയർ ഗ്രൂപ്പ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഭിമാന വാർത്ത നൽകിയിട്ടുണ്ട് മലയാള മനോരമ. അൽ ജമീല എന്ന് പറയുന്ന മലയാളിയുടെ വാർത്തയാണ്. അതായത് ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്ക് ഇക്കൊല്ലം തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് അൽ ജമീല. നമ്മുടെ ക്രിസ്ത്യൻ ചേച്ചിയുടെയൊക്കെ അടുത്ത ആളായിട്ട് വരും അല്ലേ? അതെ, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇക്കണോമിക്സിൽ ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുന്ന, അത് ഗൗരവമായി പഠിക്കുന്നവരുടെയൊക്കെ ചിലരുടെയെങ്കിലും ഒരു സ്വപ്നമാണ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് IES. അപ്പോൾ ഇവിടെ പടിയിറങ്ങും മുമ്പ് ദയാലുവായി ജോ ബൈഡൻ പടിയിറങ്ങുകയാണ്. ആ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 37 പേരുടെ വധശിക്ഷ ഇളവ് ചെയ്തിട്ടുണ്ട്. ട്രംപ് നടപ്പാക്കിയത് 13 വധശിക്ഷയാണ്. US ഫെഡറൽ സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് വധശിക്ഷ വിധിക്കപ്പെട്ട 40 തടവുകാരിൽ 37 പേരുടെയും ശിക്ഷ പ്രസിഡന്റ് ജോ ബൈഡൻ ജീവപര്യന്തമായി ഇളവ് ചെയ്ത് പടിയിറങ്ങുന്നത്. യെസ്, മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് എന്തിനൊരു മറ എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ മനോരമ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ സംശയകരമായ ഭേദഗതി എന്നൊരു സബ് ഹെഡിംഗ് കൂടി നൽകിയിട്ടുണ്ട്. നീതിയുക്തവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും അത് രാജ്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കർത്തവ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ എഡിറ്റോറിയലിൽ ഉള്ളത്. ഇനി കായിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യക്തികളുടെ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ PV സിന്ധു വിവാഹിതയായി എന്ന നല്ല വാർത്ത വരുന്നുണ്ട്. ബാഡ്മിന്റണിലെ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് PV സിന്ധു വിവാഹിതയായി. ഹൈദരാബാദിലെ വ്യവസായിയും പോസിഡെക്സ് ടെക്നോളജി
എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ വെങ്കടയ്യ സായിയാണ് വരൻ. ഒപ്പം തന്നെ വിനോദ് കാംബ്ലി ആശുപത്രിയിലാണ് എന്ന വാർത്തയും വരുന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രിയാണ് താനെയിലെ ആകൃതി ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചതെന്ന വാർത്തയും വരുന്നുണ്ട്. 25 വർഷം മുമ്പ് നടന്ന സംഭവത്തെ മനോരമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കാണ്ഡഹാർ വിമാന റാഞ്ചിലാണ്. ഇന്ത്യൻ വിമാനം റാഞ്ചി വിലപേശി 3 ഭീകരരെ മോചിപ്പിച്ചിട്ട് ഇന്ന് 25 വർഷം എന്ന് പറയുമ്പോൾ 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനക്കേട് എന്ന ഒരു തലക്കെട്ട് കൂടി അതിൽ മനോരമ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് ദിനത്തിൽ പ്രത്യേക വ്യാപാരത്തിന് ഓഹരി വിപണി എന്ന വാർത്ത വരുന്നുണ്ട്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി 1 ശനിയാഴ്ച ദിവസമാണ്. സാധാരണ നമുക്കറിയാം തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഓഹരി വിപണികൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അന്ന് ശനിയാഴ്ചയാണെങ്കിലും ബജറ്റ് സ്പെഷ്യൽ ഓഹരി വ്യാപാരം അന്ന് ഉണ്ടാവും. അപ്പോൾ ബജറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് നിക്ഷേപകർ അന്ന് പ്രതികരിക്കും. അത് ചോരപ്പുഴ ഒഴുകുമോ അതോ ഓഹരികൾ മുന്നോട്ട് കുതിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. മനോരമയിലെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഈ സെൻട്രൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളൊക്കെ അറിയാം, 5ലും 8ലും വാർഷിക പരീക്ഷ വിജയിച്ചാൽ മാത്രം ക്ലാസ് കയറ്റം. കേന്ദ്ര സർക്കാർ സ്കൂളുകളിലാണ്, ഒരിക്കൽ കൂടി പറയുന്നു, 5ലും 8ലും വാർഷിക പരീക്ഷ വിജയിച്ചാൽ മാത്രമാണ് ക്ലാസ് കയറ്റം ഉണ്ടാവുക. വിദ്യാഭ്യാസ അവകാശ നിയമം പരിഷ്കരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആ വാർത്തയാണ് എഡ്യൂക്കേഷൻ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിരിക്കുന്നത്. ഈ രൂപ വീണ്ടും മൂക്കുകുത്തുകയാണല്ലോ സാമ്പത്തിക ലോകത്തു നിന്നുള്ള വാർത്ത. ഡോളറിനെതിരെ രൂപ വീണ്ടും താഴേക്ക് പോവുകയാണ്. തിങ്കളാഴ്ച കനത്ത സമ്മർദ്ദം നേരിട്ട രൂപ ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ 85 രൂപ 13 പൈസ എന്ന നിരക്കിലാണ്. ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന് ആവശ്യം കൂടുന്നതാണ് തിരിച്ചടി. അപ്പം നമ്മുടെ ഇറക്കുമതി കൂടുന്നതനുസരിച്ച് ഈ ഡോളറിന്റെ മൂല്യം അങ്ങോട്ട് കൂടുകയും അതേപോലെ തന്നെ അപ്പോ നമ്മൾ നേരത്തെ ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ പറഞ്ഞു. നാളെ അവിടെ നടക്കാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. അത് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. അത് നാളെ നടക്കുന്നു. കരിമല പാതയിലെ പ്രവേശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയുക. മണ്ഡല പൂജയുടെ പ്രധാന ചടങ്ങായ തങ്കയങ്കി ചാർത്തിയ ദീപാരാധന നാളെയും മണ്ഡലപൂജ വ്യാഴാഴ്ചയുമാണ് നടക്കുക എന്നുകൂടി പ്രേക്ഷകർ അറിയുക. അപ്പോൾ നമുക്കിനി ഒരു പാക്കേജിലൂടെ വേഗം പോകണം. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പിതാവ് ചികിത്സയിലായതോടെ മകളുടെ നിക്കാഹിന് ആശുപത്രി മുറി വേദിയാകുന്ന ഒരു അപൂർവത സംഭവിച്ചു. തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് അപൂർവമായ നിക്കാഹ് നടന്നത്. റിപ്പോർട്ട് കാണാം. തലശ്ശേരി സ്വദേശി ഫിദയുടെയും ഇരിട്ടി കാക്കയങ്ങാട്ടെ ഷാനിദിന്റെയും നിക്കാഹിന് 1 മാസം മുമ്പ് തീയതി നിശ്ചയിച്ചതാണ്. അതിനിടെ ഫിദയുടെ പിതാവ് ബഷീറിന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. നിക്കാഹ് തീയതി മാറ്റാമെന്ന് ബന്ധുക്കൾ പറഞ്ഞെങ്കിലും ബഷീർ അത് സമ്മതിച്ചില്ല. ഇതറിഞ്ഞ ആശുപത്രി അധികൃതർ പിതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ നിക്കാഹ് നടത്താൻ സൗകര്യമൊരുക്കി. ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിരുന്നു മാറ്റണ്ടെന്ന്. അതായത് ധൈര്യം ഉണ്ട് ചെയ്യണം. അങ്ങനെ ആശുപത്രി ചെയ്യാമെന്ന് അവരോട് ചോദിച്ചാൽ ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ വേറെ റൂം സെപ്പറേറ്റ് ചെയ്തെന്ന്. നല്ല സഹകരണം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വക. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രത്യേക മുറിയൊരുക്കിയായിരുന്നു നിക്കാഹ് ചടങ്ങുകൾ. അതിങ്ങനെ ഒരു ആവശ്യം അറിയിച്ചപ്പോൾ ഞങ്ങളാൽ സാധ്യമാവുന്ന രീതിക്കകത്തുള്ള സജ്ജീകരണങ്ങളൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 24 കണ്ണൂർ. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ മോർണിംഗ് വാക്ക് എത്തിയിട്ടുണ്ട്. പല പ്രേക്ഷകരും ചോദിക്കുന്നു SK എവിടെ, SK എന്താ വരുന്നുണ്ട്. അതിനു മുമ്പ് സ്പോർട്സ് പേജ് ഒന്നും വായിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. എന്താ സ്പോർട്സ് പേജിൽ ലിവർപൂളിന് ഹാപ്പി ക്രിസ്മസ് എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് വാക്ക് നിർത്തുന്നു.